ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞാൻ എൻ്റെ യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊന്ന് ഏകദേശം കഴിഞ്ഞ കൊല്ലമായിരിക്കും ഞാൻ എൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടാല്. ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഇന്നിപ്പം ഒരു കൊല്ലം, എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം പോയതല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ 26ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മാത്രമല്ല ഇന്ന് എലക്ഷൻ ആണല്ലോ. അപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വോട്ട് ചെയ്ത് വന്നിട്ട് ബാക്കി വീഡിയോസ് ഇടാം. എന്നാലും ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ വോട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുമണിനെയും പറക്കിക്കൊണ്ട് നേരെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ട് രാവിലെ അല്ല, ഏകദേശം ഒരു 11 മണിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, അടുത്ത് തന്നെയാണ്, തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേഗം ചെയ്യാൻ വേണ്ടി പറ്റിയത്. കഴിഞ്ഞ അച്ഛൻ ചെയ്യാൻ നിന്നു. അപ്പം കുറച്ച് ആൾ വന്നു കേട്ടാ. രാവിലെ അമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇവൻ കൂടെ പോകണം എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മ പറഞ്ഞു നമ്മ സൂചി വെക്കാൻ പോവുകയെന്ന്. അപ്പം പിന്നെ പോവില്ലല്ലോ. അപ്പം ഇപ്പം ഞാൻ സൂചി വെക്കാൻ വന്നതാണ് എൻ്റെ വിചാരം. പറഞ്ഞേ തുടക്കാ, നമ്മൾ കമ്പി തുടക്കട്ടെ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കമ്പിയെല്ലാം തുടക്കാം, ഫുള്ള് പൊടിയാ, നമുക്ക് തുടക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ഞാനെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാളും ഉഷാറിൽ ഇവൻ പണിയെടുക്കാൻ വരും കേട്ടോ. ഞാൻ അടിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മാച്ചെടുത്ത് അടിക്കാൻ വരും. ഞാൻ തുടക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് തുണിയെടുത്ത് തുടക്കാൻ വരും. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമെല്ലാം ഉണ്ടാവും, പിന്നെ വെള്ളത്തിൽ കളിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് സമയം തുടയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ താഴെ പോയിട്ട് എനിക്ക് കൈവേദന എടുക്കുന്നു പറഞ്ഞിട്ട് താഴേലേക്ക് തന്നെ വന്ന്. പിന്നെ ഇവർ രണ്ടാളും നല്ല കളിയാണ്ടത് കേട്ടോ. അപ്പം കുറേ സമയം ബോൾ കളിച്ച് ഇവന് അവർ ബോൾ കൈമ പിടിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇവൻ്റെ ഇഷ്ടപ്പെട്ട ബോൾ. അപ്പം അത് ഇങ്ങനെ കൈമ പിടിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ തട്ടൂല, അതെടുത്ത് കൈമ പിടിക്കൽ. ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം ഏതായാലും എന്നാൽ പിന്നെ പറശ്ശിനിയിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം കുറേ ദിവസമായി പറശ്ശിനിയിൽ പോകാമെന്നിങ്ങനെ വിചാരിക്കുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്തേ പറയുന്നുണ്ടായിനി പോവാന്ന്. അപ്പോൾ എപ്പോഴും പറ്റിയില്ല. അപ്പോൾ ഇതിനിടക്കാട് ഉത്സവം ഉണ്ടായത്, ഉത്സവത്തിനും പോകാമെന്നിങ്ങനെ വിചാരിച്ചു, പക്ഷേ പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇന്ന് പോവാന്നങ്ങനെ ഉറപ്പിച്ച് വെച്ചു, പോവാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ 5:30 സമയം പറഞ്ഞിട്ടുണ്ടായത്. എന്തായാലും നമുക്ക് പറഞ്ഞ സമയത്ത് പോകാനാവില്ലല്ലോ, അപ്പം എന്തായാലും റെഡി ആവില്ല. അങ്ങനെ നമ്മളൊരു 5:50, 55 ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കിഴിഞ്ഞു കൂട്ടാ. അപ്പം ഏകദേശം 1 മണിക്കൂർ വേണ്ടി വന്നു, 1 മണിക്കൂറിലധികം വേണ്ടി വന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ പറശ്ശിനി എത്തി. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ചന്തയെല്ലാം കാണുമല്ലോ, അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കണ്ടു പോകും. നമ്മളിങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ചെണ്ടേര ഒച്ചയായിട്ടപ്പോൾ നമുക്ക് തോന്നി തെയ്യം ഉണ്ടാവുമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ തെയ്യം കണ്ടു കേട്ടാ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിനി. എനിക്ക് തോന്നുന്നു എലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ലീവ് ആയതുകൊണ്ടായിരിക്കണം, നല്ല തിരക്കുണ്ടായിന് കേട്ടോ. ഇല്ലെങ്കിൽ രാത്രി ഇത്ര തിരക്കുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. തെയ്യത്തിന് കാണാൻ പറ്റി, നല്ല തിരക്കുണ്ടായിന്. തെയ്യം എന്നിട്ട് ഉള്ളിൽ പോയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പ്രസാദം കഴിക്കാതെ പോകില്ല കേട്ടോ. അപ്പോൾ പയറ് പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചായയും, ഇതാണ് ഇവിടുത്തെ പ്രസാദം. അപ്പോൾ രാവിലെ 7:30 മുതൽ രാത്രി 8 മണി വരെ ഇവിടെ പ്രസാദമുണ്ട്. അപ്പം എന്താണ് ഇവിടെ വന്നാൽ നമ്മളത് കഴിക്കാതെ പോകില്ല. അപ്പം പ്രസാദം കഴിച്ചിറങ്ങി. നമ്മൾ ഏകദേശം 7:30 ആ ടൈം ആകുമ്പോഴാണ് കേട്ടോ പ്രസാദം കഴിച്ചിറങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ട് കാലെല്ലാം കഴുകി, പുഴയിൽ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് നേരെ ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പോൾ തെയ്യമുണ്ട്, തെയ്യം തൊഴാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ ഒന്നും നിന്നാടന്ന് തൊഴാൻ പറ്റില്ല, അത്രയും നല്ല തിരക്കുണ്ടായിനി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. തെയ്യത്തിൻ്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കേട്ടോ. കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. ഏകദേശം 8:30 ആ സമയമാകുമ്പോഴാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പോൾ
ചോറിനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മ ചോറ് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ നേരെ പയ്യൻകുറ്റി വഴിപാട് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പയ്യൻകുറ്റി കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചന്തയിലോട്ടേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ നേരത്തെ കുഞ്ഞ് പറയുന്നുണ്ട് നമുക്ക് ചന്തയിൽ പോവാലാന്ന്. അപ്പോൾ പോകുമ്പോൾ പറഞ്ഞു വരുമ്പം വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഉണ്ടായത്. അത് കഴിഞ്ഞ് നേരെ ചന്തയിലേക്കെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടന്ന്. അത് കഴിഞ്ഞ് ഇവരൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് ഡോക്ടറായി കളിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഹാർട്ട് ബീറ്റെല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെക്കൻ ഒരു ലോറിയുമായി വന്നു കേട്ടോ. ഒരു കുഞ്ഞി ലോറി വാങ്ങിയിട്ട് വന്നു. എവിടെ പോയാലും JCB മാത്രമേ എടുക്കൂല. അപ്പോൾ പോകുമ്പോഴേ പറഞ്ഞു JCB എടുക്കണ്ടെന്ന്. അങ്ങനെ ഇതിനെത്ര വരാമെന്ന് ചോദിച്ചിട്ട് 100 എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു ചന്തയിൽ പോയിട്ടാ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ടിപ്പർ വേണമെന്നൊരു പൂതി. അപ്പോൾ ആദ്യം തന്നെ ഒരു ടിപ്പർ എടുത്ത് കൈമ പിടിച്ചു കേട്ടാ. അതാണെന്ന് തോന്നുന്നു അവന് ഇഷ്ടപ്പെട്ട കളറ്. അങ്ങനെ അതെടുത്ത് കൈമ പിടിച്ച്. പിന്നെ നമ്മൾ വേറെ കളറൊന്നും കാണിച്ചു കൊടുത്തപ്പോൾ ഒന്നും അവനിട്ട് ഇഷ്ടമില്ല. പിന്നെ നമ്മൾ വേറൊരു കളറ് നോക്കിയിട്ട് ഇപ്പോൾ അവൻ്റെ കൈമയില്ലത് അതൊന്നും പക്ഷെ അവന് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. അപ്പോൾ അതിങ്ങനെ നോക്കി അതിനെന്തോ ചെറിയൊരു ഡാമേജ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അത് അവിടെ തന്നെ കൊടുത്ത്. പിന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതന്നെ വാങ്ങിയിട്ടാ. ഇനി 200 റേറ്റ് വരുന്നത്. അങ്ങനെ അതും വാങ്ങി നമ്മൾ നടന്നു. അങ്ങനെ JCB ഉടമസ്ഥർ മണ്ണ് മാന്തി ഇടാൻ വേണ്ടി ടിപ്പറും ആയി. ഇപ്പോൾ സന്തോഷമായി. ലോറി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ നടക്കുന്നു. ഇനി എടുക്കണ്ട. പറഞ്ഞ പോലെ തന്നെ വണ്ടി കിട്ടിയ സന്തോഷത്തിൽ കുറച്ച് സമയം നടന്നു വിട്ടാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ കൈമ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് സമയം നടന്നു. പിന്നെ കാറിൽ കയറി നമ്മളങ്ങനെ ബാക്കിലാണ് ഇരുന്നത് കേട്ടോ. അപ്പം നമ്മളിടയിലാണ് ഇരുന്നത്. 2 ലോറിയും കൈമ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് അവിടെ ബാക്കിൽ വെക്കാമെന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ 2 ലോറിയും പിടിച്ച് ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതായത്. ലോറി പ്രാന്തനാ. പുതിയൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതിനെ കൊണ്ട് തന്നെ കളി കിട്ടാം. എടുക്കലും വെക്കലും തൊടലും തലോടലും എല്ലാം ആയിട്ട് അതിനെ കൊണ്ട് തന്നെ കളിക്കും. ഞാനിങ്ങനെ എൻ്റെ അവിടെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇറുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ അതിനെ ഇറുക്കി വെച്ചിട്ടാണില്ലതേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാണ്. നമ്മൾ കസേഡൈനിലാണ് വന്നിട്ടുള്ളത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടായിന്. നമ്മൾ സീറ്റൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിരുന്നു കേട്ടോ കുറച്ച് സമയം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ഒഴിവായി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി അവിടെ ഇരുന്നു കേട്ടോ. ലിയാനെ നമ്മൾ ആദ്യം തന്നെ ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് അവൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനെ വേറെ ഇരുത്തിയതുകൊണ്ട് ഓന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൻ വാശിയായി. അങ്ങനെ വിഷ്ണുവേട്ടൻ്റെ മടിയിൽ തന്നെ ഇരുത്തി. നമ്മൾ വരുമ്പം തന്നെ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ സാധനം ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. നമ്മൾ ഫുൾ മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായത്. നോർമൽ ചിക്കൻ മന്തി. ഇപ്പോൾ ഫുൾ മന്തിയിൽ 4 പീസാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടൻ നമ്മൾ 5 ആളുണ്ടായതുകൊണ്ട് വിഷ്ണുവേട്ടൻ അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അൽഫാമും ബട്ടർ നാനും എക്സ്ട്രാ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് മന്തി കഴിക്കുന്നത്. അതുപോലെ തന്നെ അച്ഛനും അമ്മയും ആദ്യമായിട്ടാണ് മന്തി കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിനി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവനാണെങ്കിൽ എരിഞ്ഞിട്ടും അത് നല്ലോണം തിന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നാണ് ഒരു എരിവുള്ള സാധനം കൊടുക്കുന്നതെങ്കിൽ പോലും നോക്കാത്ത ആളാണ്. ഇതിപ്പോൾ എരിഞ്ഞിട്ടും നല്ലോണം വാരി തിന്നുന്നുണ്ട്. പുറത്തുള്ള ഭക്ഷണമാണ് സാധാരണ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അതെ, നമുക്കും അതെ. അപ്പം അങ്ങനെ നമ്മൾ കൈയെല്ലാം കഴുകി. പിന്നെ മിറർ കണ്ടാൽ ഒരു വീഡിയോ ആവാമല്ലോ. അപ്പോൾ നമ്മളൊരു മിറർ വീഡിയോയും എടുത്തുകൊണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. നല്ലൊരു രസമുണ്ട് കാണാൻ. നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു സ്ഥലം. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ടിപ്പർ കൊണ്ട് മണ്ണ് വാരി കോരി കളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് JCB കൊണ്ട് മണ്ണ് വാരാനും കോരാനും മാന്താനും പിടിക്കാനെല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ടിപ്പർ വാങ്ങിയതും. കോരിയിട്ടിടാനൊരു വണ്ടി വേണ്ടേ. പോകുമ്പോൾ ഞാൻ ലിയാനൊരു പെയർ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ആവശ്യമൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വീഡിയോ. ഓക്കെ, ബൈ.